ഇന്നലെ ത്രില്ലർ പോരാട്ടം നടന്ന തിരുവനന്തപുരത്ത് 2014 സമാനമായത് ശശി തരൂർ അവസാന ലാപ്പിൽ ഓടിക്കയറിയത് UDF-ഉം NDA-യും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ തലസ്ഥാനത്ത് ഇത്തവണയും തീരദേശ വോട്ടുകളാണ് തരൂരിനെ തുണച്ചത്. പാറശാല മണ്ഡലത്തിൽ രണ്ടാമതെത്തിയത് ഒഴിച്ചാൽ വോട്ടെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും പന്ന്യൻ രവീന്ദ്രന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. അതേസമയം തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം നടന്നെന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ആരോപിച്ചു. ഇവിടെ പണത്തിൻ്റെ കൊത്തൊഴുക്കായിരുന്നു എന്നതിൻ്റെ കാര്യത്തിൽ ആർക്കാ സംശയം ഉണ്ടായിരുന്നത്? പണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടമാനം സ്വാധീനിച്ചു. തിരുവനന്തപുരത്ത് എത്ര കാശ് ചെലവഴിച്ചു എന്നുള്ളത് നമുക്കൊരു പിടിയുമില്ല. കോടികൾ ഇവിടെ വാരി വിതറി. ആ പണമാണ് ഈ തലസ്ഥാനത്ത് ഇത്രമാത്രം ഒരു മാറ്റത്തിനുണ്ടായി. എന്നാലും നമുക്ക് ആശ്വസിക്കാം, ഇവിടെ BJP ജയിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കാം. അതാണ് നമ്മുടെ തലസ്ഥാനത്ത്. കാരണം കച്ചവടമാണ്, മറ്റ് പ്രചരണത്തിന് വേണ്ടി ഒടുക്കുകയല്ല. പ്രചരണം നമ്മളെല്ലാം കണ്ടല്ലോ, പ്രചരണം എന്താണെന്ന്. ഇത് വോട്ട് പർച്ചേസ് ചെയ്യുക. പാവപ്പെട്ട ആളുകൾ പെട്ടെന്നുള്ള അവരുടെ അത്യാവശ്യത്തിന് പണമല്ലേ വളരെ പ്രധാനം. അത് സ്വാധീനിച്ച്. പിന്നെ ഇടനിലക്കാരും ഒരുപാടുണ്ട്, ഇടനിലക്കാർ സഹായിച്ച്. അല്ലമീനാണ് ചേരുന്നത് വിവരങ്ങളുമായി. അല്ലമീൻ, നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷേ നടന്നത് UDF-ഉം NDA-യും തമ്മിലുള്ള അതിശക്തമായ ഒരു പോരാട്ടം. ഏതൊരു സാഹചര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് തരൂരും ചന്ദ്രശേഖരും ശക്തമായി പോരാടുന്നു. 2014 സമാനമായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജഗോപാലിനെ നേരിട്ടപ്പോയ സമാനമായ സാഹചര്യം തന്നെ. അപ്പോൾ LDF-നേറ്റ കനത്ത തിരിച്ചടി എവിടെയാണ് തിരുവനന്തപുരത്ത്? അറിയാമായിരുന്നു അവസാന ഘട്ടം എത്തുമ്പോഴേക്കും തീരദേശ വോട്ടുകളെല്ലാം ശശി തരൂരിന് അനുകൂലമാണെന്നും അറിയാമായിരുന്നു. ഇക്കാര്യത്തിൽ പന്ന്യൻ രവീന്ദ്രൻ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ആര്യ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രചരണ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് താനൊരു സാധാരണക്കാരനാണ്, കോടീശ്വരന്മാർക്കൊപ്പമാണ് താൻ മത്സരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പണമെറിഞ്ഞ വോട്ടിനെയൊന്നും സ്വാധീനിക്കാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണം അതിഗുരുതര സ്വഭാവമുള്ളതാണ്. തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2 കോടീശ്വരന്മാർക്കിടയിലാണ് താൻ മത്സരിച്ചത്. പണം കൊടുത്ത ആളുകളെ സ്വാധീനിക്കാൻ തനിക്ക് ആകുമായിരുന്നില്ല. പക്ഷേ മറ്റു 2 കൂട്ടരും, അത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും, കോടികളുടെ കുത്തൊഴുക്ക് ഇവിടെ നടത്തി. അതിലൂടെ വോട്ട് പർച്ചേസ് ചെയ്തു. വോട്ട് കച്ചവടമാണ് നടന്നത്. വോട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിന് ചില ഇടനിലക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ പണമെറിഞ്ഞ് കോടികൾ ഒഴുക്കി വോട്ട് പർച്ചേസ് ചെയ്തതിൻ്റെ ഫലമാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാധീനിച്ചത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പന്ന്യൻ രവീന്ദ്രൻ ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വോട്ടർമാർ വിധി എഴുതി. അതുകൊണ്ടുകൂടിയാണ് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായത്. ഇന്ത്യ സഖ്യത്തെയും BJP-യെ നേരിടുന്നതിലുമൊക്കെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനുള്ള പ്രസക്തി കൂടി പരിഗണിച്ചുകൊണ്ട് ജനം വിധി എഴുതിയപ്പോഴുള്ള തിരിച്ചടി കൂടി LDF-ന് ഉണ്ടായി എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. പക്ഷേ എന്നാൽ പോലും അത് പരിശോധിക്കുമെന്നുള്ളതാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഇത്തരത്തിൽ ശക്തമായ പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും ഇടതു സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് മുന്നിട്ട് നിന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിലും മുന്നേറാൻ പന്ന്യൻ രവീന്ദ്രനായില്ല എന്നുള്ളത് ഏറെ പ്രധാനമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 6ലും പ്രതിനിധീകരിക്കുന്നത് ഇടത് പ്രതിനിധികളാണ്, LDF-ൻ്റെ MLA-മാരാണ്. പക്ഷേ എന്നിട്ടും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും മുന്നിലെത്താൻ പന്ന്യനായില്ല. ആകെ ആശ്വാസം എന്ന് പറയുന്നത് പാറശാല നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്താനായി എന്നുള്ളതാണ്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇടത് മുന്നണിക്ക് ഒരിടത്തും മുന്നേറാനായില്ല. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയൊക്കെ പോലെ തന്നെ ശക്തമായ മത്സരം നടക്കുമ്പോഴും UDF-ന് ജീവവായു ജീവശ്വാസം പകർന്നത് ഗ്രാമീണ മേഖലകളിലെ വോട്ട് ബാങ്കുകളായിരുന്നു, അവിടുത്തെ വോട്ടർമാരായിരുന്നു. അത് നെയ്യാറ്റിൻകര, പാറശാല, കോവളം മണ്ഡലങ്ങൾ ഇത്തവണയും തരൂരിന് പിന്നിൽ അടിയുറച്ചു നിന്നു. അതോടൊപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവും തരൂരിനൊപ്പം നിന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമായിരുന്നു BJP-ക്ക് മുന്നേറ്റമുണ്ടായതെങ്കിൽ ഇത്തവണ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും BJP-ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാനായി എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അതോടൊപ്പം എല്ലാ കാലത്തും കോൺഗ്രസിന് ആശ്വാസം പകർന്നിരുന്നത്, ഒപ്പം നിന്നിരുന്നത് തീരദേശ മേഖലയാണ്, മത്സ്യത്തൊഴിലാളി ബെൽറ്റുകളിലെ വോട്ടുകളാണ്. ഇത്തവണയും അതങ്ങനെ തന്നെ മാറ്റമില്ലാതെ നിന്നു. പക്ഷേ അപ്പോഴും ഈ മത്സ്യബന്ധന മേഖലയിലെ, തീരദേശ മേഖലയിലെ കുറച്ച് വോട്ടർമാരിലേക്കെങ്കിലും കടന്നു കയറാൻ രാജീവ് ചന്ദ്രശേഖരനായി എന്നുള്ളതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വോട്ടുകളിലേക്ക് പല വിധത്തിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇടതുപക്ഷം പ്രധാനമായും, ഒപ്പം തന്നെ UDF-ഉം പരിശോധിക്കേണ്ടതാണ്. NDA സംബന്ധിച്ച് വീണ്ടും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്.